നമസ്കാരം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു പഴംപൊരി വിത്ത് ബീഫ്. പഴംപൊരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബീഫ് റോസ്റ്റ് നമ്മൾ മുൻപ് ഉണ്ടാക്കി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കയറി കാണാം. പഴം പൊരിക്കാൻ വേണ്ടി പഴം നമ്മൾ 2 കഷ്ണങ്ങളാക്കി അത് 2-3 പീസായിട്ട് നടുവിലേക്ക് കീറാം. അതിനുശേഷം പഴം മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് മൈദപ്പൊടി എടുക്കാം, പഞ്ചസാര ഇടാം, കുറച്ച് ഉപ്പിടാം, ഏലക്കായ പൊടിച്ചത് കുറച്ചിടാം. കളറൊന്ന് മാറി ചെറിയൊരു മഞ്ഞ കളറിലേക്ക് വരാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാല് കുറച്ച് ഒഴിക്കാം. പാല് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി കുറച്ചിടണം. അരിപ്പൊടി നമ്മൾ ഇട്ടിട്ടില്ല, അപ്പോൾ അരിപ്പൊടി കൂടി കുറച്ചിടാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് ലൂസ്, അധികം ലൂസല്ല എന്നാൽ കട്ടിയല്ലാത്ത രീതിയിൽ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് കഴിഞ്ഞ് പാത്രം തുറന്ന് ഒന്നുകൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ കുറച്ച് ചൂടായതിന് ശേഷം ഓരോ പഴവും മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് നേരത്തിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് അത് ഒന്നുകൂടി വെന്ത് വന്നതിന് ശേഷം കളറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതെടുത്ത് ഒരു അരിപ്പയിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ മെസ്സേജായിട്ട് അറിയിക്കുക. നമ്മളെ വീഡിയോ ഫോളോ ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഓരോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ് പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനും അത് അപ്ലോഡ് ചെയ്യാനുമുള്ള ഊർജം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്.